ഇത് കൂടാതെ വേറൊരു കാര്യം അദ്ദേഹം ചെയ്തത് വലിയ ഒരു കുറ്റകൃത്യമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ വിദേശത്ത് പോയി വന്നപ്പം അവിടെ ഒരു ആയുർവേദ ആശുപത്രിയിൽ ഞാനൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടായി. നിയമാനുസൃതം UAE-യിൽ നടക്കുന്ന ഒരു ആയുർവേദ ആശുപത്രിയാണ്. ആ ആശുപത്രി അദ്ദേഹം വീഡിയോ നടത്തിയപ്പോൾ സ്പാ എന്ന് വിശേഷിപ്പിച്ചു. സ്പാ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നുള്ളൊരു കമന്റും അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാനത് എന്റെ അടുത്ത ഡിഫമേഷൻ കേസിനുള്ള മെറ്റീരിയലായിട്ട് ഞാൻ കരുതിയപ്പോൾ അതിനേക്കാൾ വലിയൊരു സംഭവം അവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ അവിടെ ബോണഫൈഡ് ആയിട്ട് പ്രവാസികളായിട്ടുള്ള മലയാളികളായിട്ടുള്ള സ്ത്രീകൾ ഡോക്ടർമാരും നഴ്സുമാരും ജോലി ചെയ്യുന്ന ഒരു ആയുർവേദ ആശുപത്രിയായിരുന്നു അത്. അബുദാബി ഗവൺമെന്റിന്റെ പൂർണ്ണമായ അനുവാദത്തോടുകൂടിയും ലൈസൻസോടുകൂടിയും നടക്കുന്ന ആ സ്ഥാപനത്തിനെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തിയതിൽ അവർക്ക് വിഷമമുണ്ടായിട്ട് അവരിൽ ഒരാളുടെ വിവാഹം മുടങ്ങുന്ന സാഹചര്യം വരെ ഇതിലുണ്ടായി. അതിൽ ഏകദേശം 7ഓളം സ്ത്രീകൾ പരാതി തന്നു. ആ പരാതി അനുസരിച്ച് FIR ഇട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഈ FIR ഇട്ടതിലോ ഒന്നും എനിക്ക് യാതൊരു പങ്കുമില്ലെങ്കിലും അദ്ദേഹം കരുതിയിരിക്കുന്നത് ഞാനാണ് ഇതിന്റെ പുറകിലെ ആളെന്നുള്ളതാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്ന പോലെ നടന്നോട്ടെ, അതിനൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ പ്രവാസികളായിട്ടുള്ള അന്തസ്സോടുകൂടി ജീവിക്കുന്ന ആൾക്കാരെ അപകീർത്തിപ്പെടുത്തുകയും അവർ അവമാനിക്കുകയും ചെയ്ത് അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തതിന് അദ്ദേഹം നിയമപരമായിട്ട് നടപടി നേരിടേണ്ടി വരും എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ഞാൻ ഇത്തരണത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും അവിടെ ആയതുകൊണ്ട് അവർക്ക് ഇവിടെ വന്നിട്ട് നേരിട്ട് നിങ്ങളെ കാണാനുള്ള അവസരമില്ല. നിങ്ങൾക്ക് UAE-യിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ വസ്തുത മനസ്സിലാക്കാൻ പറ്റും. അതും കൂടെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ വ്യക്തികൾ, അവിടെയുള്ള വ്യക്തികൾ എന്നോട് ചോദിച്ചൊരു രസകരമായ ചോദ്യമുണ്ട്. സാറിന് ഇദ്ദേഹവുമായിട്ട് വൈരാഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് പിഴച്ചു? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. എനിക്ക് അദ്ദേഹത്തിന് വൈരാഗ്യമൊന്നുമില്ല, അദ്ദേഹത്തിന് എന്നോടാണ് വൈരാഗ്യം. ഇതെനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. അവിടെയുള്ള വളരെ ഉത്തരവാദിത്തമായിട്ട് ഇവിടുന്ന് ആയുർവേദ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പോയ ഡോക്ടർമാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവരുടെ പരാതി പുറത്ത് ഫലപ്രദമായിട്ടുള്ള സത്യസന്ധമായ അന്വേഷണം ഇവിടെ നടത്തണം എന്നുള്ളത് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്നെക്കുറിച്ച് അദ്ദേഹം ആരോപണം പറയുന്നുണ്ട്. ഞാൻ ആ അന്വേഷണങ്ങളിൽ നേരിട്ട് ഇടപെടുന്നില്ല. അതിൻ്റെ കാര്യമില്ല, ഇടപെടേണ്ട കാര്യമില്ല. നിയമപരമായ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് പോകും. ഇങ്ങനെയുള്ള കേസുകളും ഇവിടെ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കപ്പെടുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വളരെ രസകരമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറങ്ങി. ഒരു എക്സ്പ്രസ് കേരള എന്നുള്ള ഒരു ഓൺലൈൻ മീഡിയവും പിന്നെ ഏതോ ഒരു ആളുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഇറങ്ങി. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീജിത്തിന്റെ ചിറകരിഞ്ഞു, അധികാരങ്ങൾ എടുത്തു മാറ്റി. അപ്പം ഇതൊക്കെ തന്നെ വളരെ ബാലിശമായിട്ടുള്ള എന്താണ് എന്റെ അധികാരം എടുത്തു മാറ്റിയെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവമാനിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഈ സോഷ്യൽ മീഡിയ പ്രവണതയ്ക്കെതിരെ ശക്തമായി എല്ലാവരും പ്രതികരിക്കണം. അത് ഇപ്പം ഞാനിപ്പോ എന്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. നിങ്ങളിൽ പലരും പല രീതിയിൽ അനുഭവിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പൊ ആ പ്രവണതയ്ക്കെതിരെ വളരെ കർശനമായ നിലപാട് ഇനിയും ഞാൻ തുടരും. യുദ്ധം അദ്ദേഹം തുടരുന്ന അത്രയും കാലം ഒരു മടിയും കൂടാതെ യുദ്ധം ചെയ്യാൻ ഞാനും തയ്യാറാണ്. മടിശീലയിൽ കനവില്ലെങ്കിൽ ആരെയും ഭയക്കേണ്ട കാര്യമില്ല എന്നുള്ള ധൈര്യത്തോടുകൂടി ഞാൻ മുമ്പോട്ട് നിൽക്കുകയാണ്. എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആരെങ്കിലും തെറ്റായി ധരിപ്പിച്ചതായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലരെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരില്ലേ, അങ്ങനെ വല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാനിന്ന് വരെ കോടതിയിൽ എന്നെ ക്രോസ് ചെയ്യുമ്പോഴല്ലാതെ ഞാൻ അദ്ദേഹമായിട്ടൊരു ഇന്ററാക്ഷനും വേറെ വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഒരുപക്ഷെ അദ്ദേഹം ഒരുപാട് ഇപ്പം ഏറ്റവും അവസാനം ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ നിഷ്പ്രഭരാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം ഒരു മഹാനായിരിക്കാം. പക്ഷെ അദ്ദേഹം മഹാനാണോ അല്ലയോ എന്നുള്ളതല്ലല്ലോ വിഷയം. എനിക്ക് എന്റേതായിട്ടുള്ള ഇന്റഗ്രിറ്റി ഉണ്ട്, എനിക്ക് എന്റേതായിട്ടുള്ള സത്യസന്ധതയുണ്ട്. അപ്പൊ അവിടെ വിജിലൻസ് കോടതി എനിക്ക് ക്ലീൻ ചിറ്റ് തന്നാൽ അത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് വിജിലൻസ് കേസ് അന്വേഷിച്ചത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇപ്പം വലിയ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച്, ഏതെങ്കിലും ഒരു മന്ത്രിയെ കുറിച്ചാണ് അന്വേഷണം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നതിന്റെ താല്പര്യം. അദ്ദേഹം മറന്നു പോകുന്നൊരു കാര്യം വെച്ചാൽ പോലീസിൽ എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. ഇപ്പൊ വിജിലൻസിലാണെങ്കിലും പോലീസിലാണ്. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് നമ്മൾ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കാറുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ കേസുകൾ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സർവീസ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ പിരിച്ചുവിടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കുഴപ്പവും കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടിരുന്നത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്.